ഈശ്വംശഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ ടിവിയുടെ നല്ല മാതൃക എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാർലോ ടിവി ഇന്നായിരിക്കുന്നത് കോതമംഗലം രൂപതയിലെ സെന്റ് ജോസഫ് പെരുങ്ങഴ ദേവാലയത്തിലാണ്. കുരിശിൻ്റെ വഴി പാത, ജപമാല ഗ്രാമം, വാലി ഓഫ് സെയിൻസ് എന്നിവയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ ദൃശ്യമായിരിക്കുന്നത്. പിതാപാത, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ 7 പ്രധാന സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ദൃശ്യമായിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഭക്തി സമ്പ്രദായമാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ 7 വ്യാകുലങ്ങളെയും സന്തോഷങ്ങളെയും കുറിച്ച് ധ്യാനിക്കുന്ന പിതാപാത. യേശുക്രിസ്തുവിന്റെ ഭൗമിക പിതാവായ ജോസഫിന്റെ പ്രാർത്ഥനയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ആദ്യമായി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പിതാപാത അതിന്റെ പൂർണ്ണതയിൽ സ്ഥാപിതമായിരിക്കുന്നത് പെരിങ്ങഴയിലെ ഈ തീർത്ഥാടന ദേവാലയത്തോട് ചേർന്നാണ്. എല്ലാ ബുധനാഴ്ചകളിലും പെരിങ്ങഴപ്പള്ളിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പിതാപാത പ്രാർത്ഥനയും നൊവേനയും മുടക്കം കൂടാതെ നടക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻ വൈദികർ വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള ഭക്തി ലോകമെങ്ങും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊപ്പം രൂപം കൊണ്ട ഒരു ഭക്തി സമ്പ്രദായമാണ് ഇത്. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ 7 വ്യാകുലങ്ങളെയും സന്തോഷങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ഭക്തി ആരംഭിക്കുന്നതിന് പശ്ചാത്തലമൊരുക്കിയ ഒരു ചരിത്ര സംഭവം കൂടിയുണ്ട്. 2 ഫ്രാൻസിസ്കൻ വൈദികർ കപ്പലിൽ ബെൽജിയം കടൽ തീരത്തിനടുത്തുകൂടി യാത്ര ചെയ്യുകയായിരുന്നു. അപ്രത്യക്ഷമായി കടലിൽ കൊടുങ്കാറ്റുണ്ടായി. കപ്പൽ തകർന്ന് കടലിൽ മുങ്ങി. ഈ 2 വൈദികർ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ പിടിച്ച് 3 പകലും 3 രാത്രിയിലും കടലിൽ കൂടി ഒഴുകി നടന്നു. അവർ ഔസേപ്പ് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. യൗവനയുക്തനായ ഒരു യുവാവിന്റെ രൂപത്തിൽ ഔസേപ്പ് പിതാവ് അവർക്ക് പ്രത്യക്ഷനായി. ഈ വൈദികരെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് എത്തിച്ചു. തന്റെ 7 വ്യാകുലങ്ങളെയും 7 സന്തോഷങ്ങളെയും പ്രതി 7 സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും 7 നന്മ തന്നെ മറിയും എന്ന പ്രാർത്ഥനയും ചൊല്ലാൻ അവരെ പരിശീലിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവായ ജോസഫിനെ എളിമയുടെയും അനുസരണത്തിന്റെയും വിശ്വസ്തതയുടെയും മാതൃകയായി സഭ വരച്ചുകാട്ടുന്നു. ബൈബിളിലെ മറ്റ് വ്യക്തികളെ പോലെ ഔസേപ്പ് പിതാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അധിക സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം പാഠങ്ങളും ഉൾക്കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനാകുന്ന പാഠങ്ങളെക്കുറിച്ചും ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥന മാർഗമാണ് പിതാപാത. പിതാപാതയുടെ 7 ദുഃഖങ്ങളും സന്തോഷങ്ങളും ഔസേപ്പ് പിതാവിന്റെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങളിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. യേശുക്രിസ്തുവിന്റെ ഭൗമിക പിതാവെന്ന നിലയിൽ തന്റെ പങ്ക് നിർവഹിച്ചുമ്പോൾ അവൻ അനുഭവിച്ച വികാരങ്ങളുടെ വ്യാപ്തി പിതാപാത പ്രാർത്ഥനകൾ കാണിച്ചു തരുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ദുഃഖത്തെയും സന്തോഷത്തെയും അനുസ്മരിച്ചുകൊണ്ട് 7 സ്ഥലങ്ങളിലായിട്ടാണ് ഈ പിതാപാത ഒരുക്കിയിരിക്കുന്നത്. ഒരു ദുഃഖത്തിൻ്റെ ഒരു രഹസ്യവും സന്തോഷത്തിൻ്റെ ഒരു രഹസ്യവും ഓരോ സ്ഥലങ്ങളിലും ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിനോടൊപ്പം തീർത്ഥയാത്ര ചെയ്യുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവിന് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കണമോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള സംശയത്തിൻ്റെ ദുഃഖമായിരുന്നു. പക്ഷേ മാലാഖ വന്ന് അവരോട് പറയും, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ദുഃഖവും സന്തോഷവും അത് എങ്ങനെ ഏറ്റെടുക്കണം, എങ്ങനെ സ്വീകരിക്കണം, ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കണം എന്ന് ഔസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കും. അതിൻ്റെ ഒരു മാധുരി അത് ഒത്തിരിയേറെ ആളുകൾക്ക് ഹൃദയത്തിൽ തട്ടുന്ന ഒരു അനുഭവം തന്നെയാണ്. ഈ വലിയ ഭക്തിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എന്ന് പറയുന്നത് ഓരോ സംഭവവും ഒരു സങ്കടമായി ആരംഭിക്കുകയും പിന്നീട് സന്തോഷമായി മാറുകയും ചെയ്യുന്നു എന്നതാണ്. കഷ്ടപ്പാടുകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും സന്തോഷവും പ്രത്യാശയും കണ്ടെത്താനാകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണിത്. കത്തോലിക്ക സഭ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കോതമംഗലം രൂപത 3 ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി.
1864 ആരംഭിച്ച പെരിങ്ങഴ ഇടവക കേരളത്തിലെ ഏറ്റവും പുരാതനമായ യേശുപിതാവിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയമാണ്. 7 സോറോസ് ആൻഡ് 7 ജോയ്സഫ്സ് സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാട് സഭയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവിഷ്കാരം ഈ തീർത്ഥാടന ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് യേശുപിതാവിൻ്റെ പിതാപാത നിർമ്മിക്കുവാനായിട്ട് ഇടയായത്. ധാരാളം ആളുകൾ ഇന്ന് അവിടെ വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം ജീവിത സാക്ഷ്യം യേശുപിതാവിനുള്ള ആ ഭക്തിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. 1864 മുതൽ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരു പള്ളിയാണ് പെരിങ്ങഴ ഇടവക എന്ന് പറയുന്നത്. വിശുദ്ധ യോസേപ്പിതാവ് ഇവിടെയുള്ള ആളുകളെ മാത്രമല്ല, പുറമേ നിന്നും മറ്റ് ദൂരദേശങ്ങളിൽ നിന്നുള്ളൊക്കെയുള്ള ഒത്തിരിയേറെ ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥനായി നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഈ പെരിങ്ങഴ ഇടവകയിലേക്ക് ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിനുവേണ്ടി ഇതിൻ്റെ പുറകിൽ പിതാപാത എന്ന് പറയുന്ന ആശയവും അതുപോലെ തന്നെ ഈ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടിയും ഒക്കെ അധ്വാനിച്ച അച്ഛന്മാരും അതുപോലെ ആത്മായരായിരിക്കുന്ന കൈക്കാരന്മാരും മറ്റെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി അനുസ്മരിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. 1864 സ്ഥാപിതമായ യോസേപ്പിതാവിൻ്റെ ഈ ദേവാലയത്തിലെ പിതാപാത ഇന്നും വിശ്വാസികൾക്ക് ഒരു അനുഗ്രഹമാണ്. നമുക്ക് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ അനുഗ്രഹം തേടി പ്രാർത്ഥനയോടെ ആയിരിക്കാം. നന്ദി.